പാഠം 712. ഒരു കൈവിട്ട ശുപാർശ. ഹലോ, അതെ. ആ സത്യപാല, ഇതെന്താ രാവിലെ? അയ്യോ, അക്കാര്യം ഞാൻ മറന്നു. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ മോഹനോട് സംസാരിച്ചിട്ട് സത്യപാലനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഇങ്ങോട്ട് പോന്നു? അതെന്ത് പണിയാ കാണിച്ചത്? ഞാൻ മോഹനോട് സംസാരിച്ചിട്ടേ കൃഷ്ണകുമാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാവൂന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു. ആള് മോഹനോടായോണ്ട് ഇനി എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും കൃഷ്ണകുമാർ വരുന്നതിന് മുന്നേ ഞാൻ മോഹനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ ശരി. മോഹനേട്ടനോട് കിടാൻ വരല്ലേ? മോഹനേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇതെന്ത് പറ്റി? ഞാൻ എല്ലാ ദിവസവും തയ്യാറാകുന്ന സമയത്ത് തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. നിനക്ക് സമയനിഷ്ഠയില്ലാത്തത് കൊണ്ട് അങ്ങനെ പലതും തോന്നും. മോഹനേട്ടനെ കൃത്യനിഷ്ഠ എന്തായാലും സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. വേറെ ആരായാലും ഇടയ്ക്കൊക്കെ ഒന്നും മാറില്ലേ? മോഹനേട്ടന് അങ്ങനെ ഒന്നുമില്ല. ഇതെന്തായാലും ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. സമയം പാലിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. കൃത്യനിഷ്ഠ പാലിച്ചാൽ നമ്മുടെ കാര്യം കൃത്യമായി നടക്കും. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും. അതെന്തായാലും ശരിയാ. സത്യപാലൻ ഇന്നലെ മോഹനേട്ടനെ കൃത്യനിഷ്ഠയെ പറ്റി എന്നോട് പറഞ്ഞു. മോഹനേട്ടനൊരു പ്രതിഭാസം തന്നെയാണെന്നാ സത്യപാലൻ പറയണേ. ആ മോനേട്ടാ, സത്യപാലന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. സത്യപാലന്റെ അനിയൻ കൃഷ്ണകുമാറിനെ മോഹനേട്ടൻ അറിഞ്ഞൂടെ? ഇല്ല. അയ്യോ, നല്ല പയ്യനാ. MSc ഫിസിക്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട്. നല്ല സ്വഭാവം, മാന്യമായി സംസാരിക്കാനും പെരുമാറാനും അറിയാം. ആർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോവും. അങ്ങനെ ആരെയും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത് നല്ലതല്ല. അല്ല, എനിക്ക് കൃഷ്ണകുമാറിനെ 3-4 വർഷമായിട്ട് അറിയാം. ഇപ്പത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും ഇല്ല. കള്ളുകുടിയില്ല, പുകവലിയില്ല, അനാവശ്യമായ കൂട്ടുകെട്ടുകളില്ല. ശരിക്കും എന്റെ മോഹനേട്ടനെ പോലെ തന്നെ. വില്ലേജ് ഓഫീസറാണോ അയാൾ? അല്ല. പിന്നെ എങ്ങനെ എന്നെ പോലാവും? ഞാൻ വില്ലേജ് ഓഫീസറാണല്ലോ. ഒരു നല്ല ജോലി കിട്ടിയ കൃഷ്ണകുമാർ ഉത്തരവാദിത്തോടെ ചെയ്യും. ഇപ്പോ അങ്ങനൊരു അവസരം വന്നിട്ടുണ്ട്. പക്ഷേ മോഹനേട്ടൻ ഒന്ന് സഹായിക്കേണ്ടി വരും. ഞാനോ? നമ്മുടെ പുലിക്കാട്ട് ഫിനാൻസിയേഴ്സിന്റെ ഉടമസ്ഥൻ ജോസഫ് സാറായിട്ട് മോഹനേട്ടൻ വലിയ അടുപ്പത്തിലല്ലേ? ജോസഫ് സാറിന്റെ ബാങ്കില് ഒരു ജോലി ഒഴിവുണ്ട്. മോഹനേട്ടൻ ഒന്ന് ശുപാർശ ചെയ്താ എന്തായാലും ആ ജോലി കൃഷ്ണകുമാറിന് കിട്ടും. സത്യപാലൻ എന്നോട് പറഞ്ഞത്. മോഹനേട്ടൻ ജോസഫ് സാറുമായിട്ട് വലിയ സ്നേഹത്തിലാണെന്ന് വക്കീലാപ്സ് എല്ലാവർക്കും അറിയാലോ. കൃഷ്ണകുമാറിന്റെ കാര്യം മോഹനേട്ടനെന്ന് പറയുവാണെങ്കിൽ കൃഷ്ണകുമാറിനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മോഹനേട്ടൻ അയാളോടൊന്ന് സംസാരിക്കുമ്പോ മനസ്സിലാവും നല്ല പയ്യനാന്ന്. മിടുക്കനാണെന്ന് മോഹനേട്ടന് ബോധ്യപ്പെട്ടാൽ മാത്രം ശുപാർശ ചെയ്താൽ പറ്റില്ലെന്നും പറയല്ലേ. മോഹനേട്ടനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാന്ന് ഞാൻ സത്യപാലിന് വാക്കു കൊടുത്തുപോയി. കൃഷ്ണകുമാരായിരിക്കും. മോനട്ട ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം, ഒന്ന് സഹായിക്കൂ. മോഹനേട്ടനെ ശുപാർശ കൃഷ്ണകുമാറിനൊരു ജോലി കിട്ടിയ എനിക്കതൊരു അഭിമാനമല്ലേ. പറ്റില്ലെന്ന് പറയല്ലേ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് ഇപ്പൊ എന്നോട് പറഞ്ഞത് കൊള്ളാം. മോഹനേട്ടൻ വരുമ്പം നമസ്കാരം എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞെന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ മോഹനേട്ടൻ വഴക്കുണ്ടാക്കളെ. ശരി. ഞാൻ കാര്യങ്ങൾ ഒരുവിധമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം കൃഷ്ണകുമാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ആളൊരു പ്രത്യേക ടൈപ്പാ. സത്യേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മോഹനേട്ട, ഇതാ കൃഷ്ണകുമാർ, സത്യപാലന്റെ അനിയൻ. ഗുഡ് മോർണിംഗ്. നമസ്കാരം സർ. കൃഷ്ണകുമാറിന് MSc ഫിസിക്സ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പഠിക്കാനൊക്കെ മിടുക്കനാ. ഞാൻ ഒരു ഡിഗ്രിക്കാരനാണ് എന്ന് കൃഷ്ണകുമാർ അറിയാമോ? BSc കെമിസ്ട്രി. അതൊക്കെ കൃഷ്ണകുമാർ അറിയാന്ന് പറ. നിന്നോട് ചോദിച്ചില്ല. ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് PSc പരീക്ഷയ്ക്ക് അപേക്ഷ അയച്ചു. പരീക്ഷ എഴുതി ആദ്യ തവണ തന്നെ ജയിച്ചു. എനിക്ക് സർക്കാർ ജോലിയും കിട്ടി. ആ ജോലിക്ക്
എനിക്ക് ആരുടെയും ശുപാർശ വേണ്ടി വന്നില്ല. ശുപാർശയിലൂടെ ജോലി കിട്ടുന്നതോ എന്തെങ്കിലും കാര്യം നേടുന്നതോ ഒട്ടും നല്ലതിനല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എന്റെ ഒരാവശ്യത്തിനും ഞാൻ ആരെക്കൊണ്ടും ശുപാർശ ചെയ്യിക്കാറുമില്ല. ഞാൻ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാറുമില്ല. അത് അല്ല മോഹനേട്ടാ, ഇത് അത് മാത്രമല്ല, ഞാൻ ശുപാർശ ചെയ്ത് കൃഷ്ണകുമാറിന് ജോലി കിട്ടിയിട്ട് കൃഷ്ണകുമാർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അതിന്റെ ചീത്തപ്പേര് ഈ കെ മോഹനേഷ് സാറിനായിരിക്കും. അത് അതുകൊണ്ട് കൃഷ്ണകുമാറിന് വേണ്ടി ജോസഫ് സാറിന്റെ അടുത്ത് ഞാൻ ശുപാർശ ചെയ്യില്ല. അല്ല മോഹനേട്ടാ, ഇത് എനിക്ക് ആഫീസിൽ പോകാൻ നേരമായി. അയ്യോ. അല്ല ഞാൻ പറഞ്ഞില്ലേ, ആളൊരു പ്രത്യേക ടൈപ്പാ. തൽക്കാലം കൃഷ്ണകുമാർ ഇപ്പൊ പൊയ്ക്കോ. ഞാൻ എങ്ങനെയെങ്കിലും മോഹനേട്ടനെ സോപ്പിട്ട് കാര്യം സാധിക്കാം. നടക്കൂ ചേച്ചി. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ എന്തായാലും കൃഷ്ണകുമാർ ചെല്ല. ശരി, എന്നാ പിന്നെ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. മോഹനേട്ടാ, എന്ത് വൃത്തിയാണ് മോഹനേട്ടാ കാണിച്ചത്? എന്ത്? മോഹനയുടെ കൃഷ്ണകുമാറിനോട് എന്താ പറഞ്ഞതെന്ന്? ഞാൻ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആരുടെയും ശുപാർശയില്ലാതെ സ്വന്തം കഴിവിൽ ജോലി നേടുന്നതാണ് നല്ലത് എന്നും പറഞ്ഞു. അതിലെന്താ വൃത്തികേട്? എന്നെ വിശ്വസിച്ചിട്ടാണ് സത്യപാലൻ കൃഷ്ണകുമാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ സത്യപാലനോട് എന്താ മോനോട് പറയാ? ഞാനിപ്പോൾ കൃഷ്ണകുമാറിനോട് പറഞ്ഞതുപോലെ നീ സത്യപാലനോട് പറഞ്ഞോളൂ. എത്ര കഷ്ടം മോനുടെ ഇത്. മോഹനിട്ടിരുന്ന് ജോസഫ് സാറിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാറിന് ആ ജോലി കിട്ടില്ലായിരുന്നു. മോഹനിട്ട് അതിന് പോലും തയ്യാറില്ല. ഒരാളെ ഒരു തരത്തിലും സഹായിക്കില്ല എന്ന് വ്രതം എടുത്തിരിക്കുകയാണോ മോനട്ടൻ? ഒരാൾക്ക് വേണ്ടിയും ശുപാർശ ചെയ്യില്ല എന്ന് ഞാൻ വ്രതമെടുത്തിട്ടുണ്ട്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഒന്നാമത്, എനിക്ക് വേണ്ടി ഞാൻ ആരെക്കൊണ്ടും ശുപാർശ ചെയ്യിക്കാറില്ല. രണ്ടാമത്, ഞാൻ കൃഷ്ണകുമാറിന് വേണ്ടി ജോസഫ് സാറിനോട് ശുപാർശ ചെയ്താൽ ഇനി അങ്ങോട്ട് കൃഷ്ണകുമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതിന് എനിക്ക് മനസ്സില്ല. മോഹനട്ടാ, എന്നാൽ ഇത് വളരെ മോശമായി പോയി. ഒരാൾക്കൊരു നന്മ ഉണ്ടാവുന്ന കാര്യമല്ലേ മോഹനട്ടാ? വായിക്കൊള്ളാത്ത വലിയ വലിയ സിദ്ധാന്തങ്ങൾ വിളിച്ചു പറയുന്ന ആളാണല്ലോ മോഹനട്ടൻ. എന്നിട്ടാണോ ഒരാളെ സഹായിക്കാൻ അവസരം കിട്ടിയിട്ട് പുല്ല് പോലെ അത് വലിച്ചെറിഞ്ഞത്? ഈ ഭൂമിയിലുള്ള എത്ര ചീത്ത മനുഷ്യരാണെങ്കിലും ഒരു ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അവരാരും അത് കളയില്ല. പക്ഷെ മോഹനട്ടനോ എന്തൊരു ദുഷ്ടാന്ന് നോക്കി. ഭാമേ, മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ ചെയ്യില്ല എന്നുള്ളത് എന്റെ തീരുമാനമാണ്. ഇന്ന് കൃഷ്ണകുമാറിന് വേണ്ടി ഞാനത് മാറ്റിയാൽ നാളെ എത്ര പേർക്ക് ഞാൻ സഹായം ചെയ്യാനായിട്ട് വരും? അർഹതയുണ്ടെങ്കിൽ കൃഷ്ണകുമാറിന് ജോലി കിട്ടും, അത്ര തന്നെ. മോഹനട്ടാ, എന്നെ ഓർത്ത് ഈ ഒരു പ്രാവശ്യത്തേക്ക് പ്ലീസ്. ഇല്ലെങ്കിൽ സത്യപാലന്റെ മുന്നിൽ ഞാൻ മാനം കെടും. നീ എന്തൊക്കെ പറഞ്ഞാലും ശുപാർശ ചെയ്യാൻ എന്നെ കിട്ടില്ല. ഈ കാര്യം പറഞ്ഞ് വെറുതെ വഴക്കിന് വരേണ്ട ഭാവേ. നടക്കില്ല എന്ന് കെ മോഹനേഷ് സാറ് പറഞ്ഞാൽ നടക്കില്ല. സാറേ, ഉത്തമനാണ്. ഇനി ഉത്തമന്റെ മുന്നിൽ വെച്ച് ഈ കാര്യം പറഞ്ഞ് എന്നെ കരിവാരത്തേക്ക് നോക്കിയ എന്റെ സ്വഭാവം മാറും. മനസ്സിലായല്ലോ? നീ പോയി ആ ഫോൺ എടുക്ക്. നമസ്കാരം സാർ. പ്രഭാര സാറിന്റെ സ്ഥലം അളക്കാൻ ഈ ആഴ്ച ചെല്ലാന്ന് സാറ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് സാറിന് സമയം ഉണ്ടാവോ എന്ന് ചോദിക്കാൻ പറഞ്ഞു പ്രഭാര സാറ്. ഇന്ന് എന്തായാലും സമയമല്ല. അയ്യോ, നാളെ രാവിലെ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. നാളെ വൈകുന്നേരം പറ്റിയാൽ നോക്കാം. അപ്പൊ നാളെ ചെല്ലാന്ന് പറയട്ടോ സാറേ. മോഹനട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉത്തമൻ 1 മിനിറ്റ് നിൽക്കൂ. മോഹനട്ടൻ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ആരാണ്? താലൂക്ക് ഓഫീസിലെ സഹദേവൻ സാർ. ഹലോ. മോനേഷ്ണ, ഇത് ഞാനാണ്. ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരായോ? ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ സഹദേവ? ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ അളിയൻ പ്രകാശന മോനേഷ്ണ അറിയാലോ? അറിയാം. അവൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ? പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ശ്രമത്തിലാ. നമ്മുടെ പുലിക്കാട്ടിൽ ഫൈനാൻസിൽ ഒരു ജോലി ഒഴിവുണ്ടേ. നല്ല പോസ്റ്റാ. തുടക്കത്തിലെ ഒരു 10-12,000 ശമ്പളം കിട്ടും. പക്ഷേ ശുപാർശ ഇല്ലാതെ കാര്യം നടക്കാൻ പാടാ.
ജോസഫ് സാറുമായി മോഹനകൃഷ്ണൻ നല്ല പരിചയമുണ്ടല്ലോ. താനൊന്ന് വിളിച്ചു പറഞ്ഞ പ്രകാശൻ ആ ജോലി കിട്ടും. എന്താ മോഹനകൃഷ്ണൻ ഒന്നും പറയാത്തെ? ജോസഫ് സാറിനോട് ഒന്ന് പറഞ്ഞൂടെ? പിന്നെന്താ, അത് നമുക്ക് ശരിയാക്കാം. ഒരു കാര്യം ചെയ്തു, പ്രകാശനോട് 10 വലിയ ആഫീസിലേക്ക് വരാൻ പറയൂ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ശരി ശരി ശരി. മോഹനകൃഷ്ണൻ വിളിച്ച കാര്യം നടക്കുന്ന എനിക്ക് അറിയായിരുന്നു. അപ്പോ പ്രകാശൻ വില്ലേജ് ഓഫീസിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോ പ്രകാശൻ വില്ലേജ് ഓഫീസിൽ ഒന്ന് കണ്ടേ. ശരി. എന്താ കാര്യം? ഈ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കാര്യം പറയാൻ വിളിച്ച അത് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. വില്ലേജ് ഓഫീസ് ഒന്നല്ലേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റൂ. എന്താ വരുന്നയാളുടെ പേര്? പേര് എന്താ, ഞാൻ മറന്നുപോയി. ഞാൻ മറന്നില്ലല്ലോ. പ്രകാശ്. അതെ, പ്രകാശൻ. സഹദേവൻ സാറിന്റെ അളിയൻ. അളിയനോ? ആര് പറഞ്ഞു? കാര്യങ്ങളെല്ലാം സഹദേവൻ സാറ് തത്ത പറയുന്ന പോലെ എന്നോട് പറഞ്ഞു. പുലിക്കാട്ടിൽ ഫിനാൻസിൽ ജോലിക്കായി ജോസഫ് സാറിന്റെ അടുത്ത് ശുപാർശ ചെയ്യാനാണ് എന്ന് എന്നോട് പറഞ്ഞു. മോഹനേട്ടൻ ആർക്കു വേണ്ടി ശുപാർശ ചെയ്യില്ല എന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ടത് സഹദേവൻ സാറിനോട് പറയാതിരുന്നത് എന്താ? അല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല. സഹദേവൻ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മോഹനേട്ടൻ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടില്ല. അപ്പോ അത് നീ എന്റെ ഭാര്യയല്ലേ? അതുകൊണ്ടെന്താ? സ്വന്തം ഭാര്യയായി ഞാനൊരു ആവശ്യം പറഞ്ഞപ്പോ സിദ്ധാന്തം പറഞ്ഞ മോഹനേട്ടൻ സഹദേവ സാർ വിളിച്ചപ്പോ ന്യായവും ഇല്ല സിദ്ധാന്തവും ഇല്ല. പ്രകാശനോട് വില്ലേജ് ഓഫീസിലേക്ക് വാ എന്നും പറഞ്ഞു. കൊള്ളാം. ഇത് രണ്ട് കാര്യങ്ങളാ. അല്ല, ഒരു കാര്യം, ഒരൊറ്റ കാര്യം. പുലിക്കാട്ടിൽ ഫിനാൻസിൽ ജോലിക്ക് മോഹനേട്ടൻ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാറിനോ പ്രകാശനോ കിട്ടും. മോഹനേട്ടൻ ആരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്? സഹദേവനോട് ഇപ്പൊ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജോലി പ്രകാശന് കിട്ടും. അതെവിടുത്തെ ന്യായ മോഹനേട്ടാ? സാറേ, അയ്യോ, ഉത്തമനായിട്ടിരിക്കുകയാണല്ലോ. ഞാനത് മറന്നുപോയി. ഈ പ്രകാശ് സാറിന്റെ സ്ഥലം അളക്കുന്ന കാര്യം ചോദിക്കാനാണല്ലോ ഉത്തമൻ വന്നത്. ഉത്തമൻ കാത്തിരുന്ന് മടുത്ത് കാണും. ഞാൻ വരുന്നു. അപ്പൊ ഞാൻ നാളെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞേക്കൂ. ഞാൻ 5 മണിക്ക് ഓഫീസ് ഇറങ്ങിയാൽ കൃത്യം 5:08 ആകുമ്പോ പ്രഭാകരൻ സാറിന്റെ വീട്ടിലെത്തുന്നു പറഞ്ഞേക്കും. എന്തൊരു സമയനിഷ്ഠ, എന്തൊരു ഉത്തരവാദിത്വ ബോധം. ഇതൊക്കെ കാണുന്നവർ കരുതും മോഹനേട്ടൻ ഭയങ്കര യോഗ്യനാണെന്ന്. പക്ഷെ യഥാർത്ഥ കയ്യിലിരിപ്പെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഉത്തമ, ഞാൻ പറയാം. പുലിക്കാട്ടി ഫിനാൻസിയേഴ്സിൽ ഒരു ജോലി ഒഴിവുണ്ട്. അവിടുത്തെ ജോസഫ് സാറും ഈ നിൽക്കുന്ന സാറും തമ്മിൽ ഭയങ്കര അടുപ്പമാണല്ലോ. അതുകൊണ്ട് മോഹനേട്ടൻ ഒന്ന് ശുപാർശ ചെയ്താൽ ആർക്കായാലും ആ ജോലി കിട്ടും. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലന്റെ അനിയൻ കൃഷ്ണകുമാറിന് വേണ്ടി ജോസഫ് സാറിനോടൊന്ന് സംസാരിക്കാമോ എന്ന് ഞാനൊന്ന് ചോദിച്ചു. കൃഷ്ണകുമാർ ആണെങ്കിൽ ഇവിടെ വരികയും ചെയ്തു. പക്ഷെ മോഹനേട്ടൻ പറഞ്ഞു, ശുപാർശ ചെയ്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തൂക്കിക്കൊല്ലാൻ പോലെ സാധ്യതയുള്ള ഒരു കേസാണ്. അതുകൊണ്ട് ശുപാർശ ചെയ്യാൻ പറ്റില്ല. തൊട്ടുപിറകെ താലൂക്ക് ഓഫീസിലെ സഹദേവ സാർ വിളിച്ചു. അങ്ങേരുടെ അളിയന് വേണ്ടി ശുപാർശ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ ഒരു നാണവും ഇല്ലാതെ മോഹനേട്ടൻ സമ്മതിച്ചു കൊടുത്തു. ഇതിൽ എന്ത് ന്യായമുള്ളൂ ഉത്തമ? ജോസഫ് സാറുമായി അടുപ്പമുള്ളത് എനിക്ക്. അതുകൊണ്ട് എനിക്ക് അടുപ്പമുള്ളവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് ന്യായം. സഹദേവന്റെ അളിയൻ പ്രകാശനുമായിട്ടും എനിക്ക് നല്ല അടുപ്പമുണ്ട്. സത്യപാലനെയും കൃഷ്ണകുമാരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പോലും ഇന്നാണ്. അതുകൊണ്ട് ഞാൻ പ്രകാശന് വേണ്ടിയേ ശുപാർശ ചെയ്യൂ. നാളെ വൈകിട്ട് കാണാമെന്ന് പ്രഭാകർ സാർ പറയാം. സാർ, എന്തൊരു വൃത്തിയുടെ സ്വഭാവം നോക്കി ഉത്തമ. മോഹനയുടെ ശുപാർശ ചെയ്ത് പ്രകാശന് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വക്കീൽ ഓഫീസ് നാണം കിട്ടു പോവില്ലേ? ഇതൊക്കെ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണോ? അല്ല, ഇപ്പൊ ഇക്കാര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാലേ ഈ എനിക്കറിയാം, ഉത്തമന് മോഹനയുടെ പക്ഷമേ നിൽക്കുള്ളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ? മോഹനകൃഷ്ണൻ സാറല്ലേ? സാറ് വന്നില്ലല്ലോ, എന്താ കാര്യം? എന്നോട് വരാൻ പറഞ്ഞിരുന്നു. എന്തിന്? ഒരു ജോലിയുടെ കാര്യത്തിന്. ജോലിക്കാരിയോ? അതെന്താ? പ്രകാശൻ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ സാർ. 10 മണിക്ക് വരാനായിരുന്നു പറഞ്ഞത്. നന്നായി. പ്രകാശന് കൃത്യനിഷ്ഠ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ വേണം. കൃത്യനിഷ്ഠയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിശുപാലന് ഇതാരാണെന്ന് മനസ്സിലായില്ല സാർ? താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ അളിയനാണ്.
പഠിക്കാനൊക്കെ വലിയ മിടുക്കനാ. ഇപ്പോ ഒരു ജോലിക്കാര്യത്തിനായി ഞാൻ ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു വന്നിരിക്കുക. ഞാൻ ശുപാർശ ചെയ്താൽ ജോസഫ് സാർ ജോലി തരും എന്ന് പ്രകാശൻ അറിയാമോ? അറിയാം സാർ. ആ, ശുപാർശ ചെയ്തത് ഞാനായതുകൊണ്ട് പ്രകാശൻ മിടുക്കനാണ് എന്ന് ജോസഫ് സാർ വിശ്വസിക്കും. ആ വിശ്വാസം തെറ്റാതെ സൂക്ഷിക്കണം. ഒരിക്കലും ഒരു ചീത്ത പേരുണ്ടാക്കി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന് ദോഷമാർഗം സാറിനായിരിക്കും. ആയിരിക്കും. ഞാനൊരു ചീത്ത പേരും കേൾപ്പിക്കില്ല സാർ. നല്ലത്. ഇനി പ്രകാശൻ പൊയ്ക്കോളൂ. ഞാൻ ജോസഫ് സാറിനെ വിളിച്ച് സംസാരിച്ചോളാം. വലിയ ഉപകാരം സാർ. ശരി, പൊയ്ക്കോളൂ. നല്ല ചെറുപ്പക്കാരൻ, എന്ത് അന്തസ്സുള്ള പെരുമാറ്റം, മാന്യമായ സംസാരം. ചെറുപ്പക്കാരായാൽ ഇങ്ങനെ വേണം. ജോലി നടക്കട്ടെ. ചേച്ചി, കൃഷ്ണകുമാറോ? എന്താ ചേച്ചി? ഒരു രക്ഷയില്ല കൃഷ്ണകുമാറെ. മോഹനേട്ടൻ വേറൊരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാമെന്ന് നേരത്തെ സമ്മതിച്ചു പോയി. അയാളെ ഒഴിവാക്കാൻ മോഹനേട്ടന് പറ്റിയില്ല. അതുകൊണ്ട് ഒരു രക്ഷയില്ല. സാരമില്ല, ഇനി ഒരു അവസരം വരുമ്പോ കൃഷ്ണകുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതേ ഉള്ളൊരു വഴി. ശശി പറഞ്ഞേട്ടാ, ഇതാരുടെ ഫോണോ? ശരിയാണല്ലോ, ഇതാരുടെ ഫോൺ? ഇതാ പയ്യൻ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. പ്രകാശനെ, വേറെ ആരും ഇവിടെ വന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോഹനേഷ സാറിന്റെ ആളല്ലേ, സാറിനെ തന്നെ ഏൽപ്പിക്കേ. ഇങ്ങനെ സാർ. സാർ, ഫോൺ. ഇത് ആ പ്രകാശം മറന്നു വെച്ചിട്ട് പോയതാ സാർ. ആരോ ഇപ്പൊ ഇതിലേക്ക് വിളിച്ചു. അതോടെ വെച്ചോളൂ. ഓ, പ്രകാശൻ തിരിച്ചു നിർത്തുള്ളൂ. ഓ സാർ. സാറേ, ചിലപ്പോ ഇത് പ്രകാശം തന്നെ ആയിരിക്കും. ഫോൺ കാണാതെ പോയപ്പോ തിരിച്ചു വിളിക്കുന്നതാവും. സാറൊന്ന് എടുത്തു നോക്ക്. തുറക്കൂ. ഓ, സാറിന് അറിയില്ലല്ലേ. ഹലോ പ്രകാശൻ, നീ എവിടെയാ? ഞാൻ പ്രകാശനല്ല. ശബ്ദം മാറ്റി സംസാരിച്ച് ആളെ പറ്റിക്കാൻ നോക്കുന്നോ? നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഞാന് കാശും വാങ്ങി മുങ്ങിയിട്ട് മാസം 1 ആയി. വിളിച്ച ഫോൺ കൊടുക്കില്ല. ദേ പ്രകാശ, ഇന്ന് വൈകുന്നേരത്തിനകം പൈസ എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി പിടിക്കും. എന്നോടാ നിന്റെ കളി? എന്താ സാർ? ഒന്നുമില്ല. ശിശു വരെ പോയിക്കോളൂ. ശിശു, പ്രകാശ, ഞാനാടാ. ഇന്നലെ നീ വരൂന്ന് കരുതി വൈകിട്ട് വരെ ഞാൻ കാത്തിരുന്നു. ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. നീ എന്താ വരാത്തെ? അതെ, ഇന്നും ചേട്ടൻ വരാൻ വൈകും. നീ വരൂ. ഒന്നും പറയണ്ട, നീ വരണം. നിന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ഉമ്മ. ഭാമേ, നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഈ ഷർട്ട് കൊണ്ട് മാറുമ്പോഴേക്കും നീ ഒരു ചായ എടുക്ക. ചായ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കില്ലേ? എന്ത് ചായ ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ഞാൻ പറയുന്നൊരു കാര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ആക്ക് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേട് എനിക്കില്ല. ഇനി മുതൽ ചായ വേണമെങ്കിൽ കൃഷ്ണകുട്ടിയുടെ ചായക്കട ഞാൻ കുടിച്ചാൽ മതി. വേഷം മാറുന്നതിന് മുന്നേ ചായക്കടയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ചായ ഉണ്ടാക്കാൻ പോകുന്നില്ല.
ഗുഡ് ഈവനിങ് ചേച്ചി. സാറ് വന്നില്ലേ? സാറ് വന്നു, പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. മോഹനേട്ടന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി മോഹനേട്ടൻ നേരത്തെ തന്നെ ശുപാർശ ചെയ്തു പോയി. അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ കാര്യം നോക്കായിരുന്നു. സത്യഭാമൻ ചേച്ചി, ഞാൻ വന്നത് എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാം. ജോലി കിട്ടി. പുലിക്കാട്ടിൽ ഫിനാൻസിലെ ജോലി എനിക്ക് തന്നെ കിട്ടി. അവരുടെ ഓഫീസിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അവര് പറയുന്നേ. അല്ല, അവിടെ ഒരു വേക്കൻസി മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ കൃഷ്ണകുമാർ പറഞ്ഞത്? ഒറ്റ വേക്കൻസി ഉള്ളായിരുന്നു, പക്ഷെ അത് എനിക്ക് തന്നെ കിട്ടി. എനിക്ക് സമാധാനായി. അപ്പോൾ മഹാനായ വില്ലേജ് ഓഫീസറുടെ ശുപാർശ ഇല്ലെങ്കിലും കൃഷ്ണകുമാറിന് ജോലി കിട്ടും. അല്ലെങ്കിൽ കഴിവ് നോക്കിയാണ് നിയമനമെങ്കിൽ ആ ജോലി കൃഷ്ണകുമാറിനെ കിട്ടൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ചില അവിഹിത ശുപാർശകൾ നടന്നതുകൊണ്ട് പ്രകാശൻ ജോലിയും കൊണ്ട് പോകുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. ആ ശുപാർശയൊന്നും ചെലവായില്ലല്ലേ? ചുരുക്കി പറഞ്ഞ ചില ആളുകൾക്ക് നമ്മൾ കരുതുന്നത്ര മഹത്വമൊന്നും ഇല്ല. ഞാനൊരു ഭയങ്കര സംഭവമാണ്, ഞാനില്ലെങ്കിൽ ഈ പ്രപഞ്ചം ചലിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചിലർക്ക് ഇതൊരു പാഠമായ കൊള്ളാം. എന്തായാലും എനിക്ക് സന്തോഷമായി. പുലിക്കാട്ട് ഫിനാൻസിലെ ജോലി ഒരു ശുപാർശ ഇല്ലാതെ നേടിയ കൃഷ്ണകുമാറിന് എന്റെ വക ഒരു ചെലവുണ്ട്. അതിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കും. അല്ല, ശുപാർശ ഇല്ലാതെ ആ ജോലി കിട്ടിയെന്ന് ആരാ പറഞ്ഞേ? മോഹനേഷ സാറ് ശുപാർശ ചെയ്തോണ്ടാ എനിക്ക് ആ ജോലി കിട്ടിയത്. മോഹനേഷ സാറ് ജോസഫ് സാറിനെ വിളിച്ച് എന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാ കാര്യം നടന്നത്. മോഹനകൃഷ്ണ സാറ് അത്ര വേണ്ടപ്പെട്ട ആളാണെന്ന് ജോസഫ് സാറ് പറഞ്ഞു. മോഹനേട്ടൻ ശുപാർശ ചെയ്തോ? ഉവ്വ് ചേച്ചി, ഞാൻ സാറിനോടൊരു താങ്ക്സ് പറയാൻ വന്നതാ. സാറേ, വലിയ സഹായമാണ് സാർ ചെയ്തത്. ഇന്നലെ സാർ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ പ്രതീക്ഷയൊക്കെ പോയതാ. പക്ഷേ സാറ് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. ശുപാർശ ചെയ്തത് ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാകാൻ നോക്കേണ്ട ബാധ്യത കൃഷ്ണകുമാറിനുണ്ട്. കൃത്യമായും സത്യസന്ധമായും ജോലി ചെയ്യണം. ഉറപ്പായിട്ട് സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ വരട്ടെ ചേച്ചി. ഇത് എന്റെ ഒരു സന്തോഷത്തിന് വാങ്ങിയതാ. കുറച്ച് ലഡുവാ. വരട്ടെ. ശരി സാർ. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോ സഹദേവന്റെ അളിയൻ പ്രകാശന്റെ കാര്യം? ഈ ജോലി പ്രകാശന് കിട്ടിയാൽ ഞാനും ജോസഫ് സാറും തമ്മിലുള്ള സ്നേഹം അതോടെ തീരും. അത്ര ഭയങ്കര പുള്ളിയാണ് അവൻ. അതുകൊണ്ട് അവന് ജോലി കിട്ടുന്നതിനേക്കാൾ കൃഷ്ണകുമാറിന് കിട്ടുന്നതാണ് നല്ലതെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. അതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഞാന് കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. എന്തിനാ കൃഷ്ണൻകുട്ടിയുടെ ചായ കട പോണത്? ചായ ഞാൻ ഉണ്ടാക്കി തരില്ലേ? നീ മേലെ ചായ ഉണ്ടാക്കില്ലെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ഞാൻ ഇപ്പോഴും അങ്ങനെ പറയണല്ലേ. എന്റെ മോഹനേട്ടൻ ഞാൻ ചായ ഉണ്ടാക്കി തരാതിരിക്കോ? ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചാ മതി മോഹനേട്ടൻ. തക്കം പോൽ പറയാനുള്ള സാമർഥ്യത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം എന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയിട്ടുണ്ട്. അത് നിന്നെ കണ്ടായിരിക്കും ഭാമേ. ഇതുപോലൊരു ഭർത്താവ് ഉണ്ടായിട്ടും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില് എന്തെല്ലാം ചെയ്തേനെ. ശുപാർശയെ സംബന്ധിച്ച് ഒരു നയമുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ നയത്തിൽ സൗകര്യം പോലെ വെള്ളം ചേർക്കുന്നത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞ് മോഹനകൃഷ്ണൻ കാര്യങ്ങൾ വെടിപ്പായി ചെയ്തു തീർത്ത നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.